ഞാൻ ഇപ്രാവശ്യം എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു തങ്കുച്ചിനെ കണ്ണൂർ ചുറ്റും കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളത്. കാരണം ശരിക്കും പറയാമെങ്കിൽ കണ്ണൂർ ജനിച്ച് വളർന്നതാണ് ഞങ്ങളെല്ലാവരും എങ്കിലും ആരും കണ്ണൂർ സ്ഥലങ്ങളൊന്നും പോയി കണ്ടിട്ടൊന്നുമില്ല. ഐ തിങ്ക് ഇറ്റ്സ് ദ സെയിം കേസ് ഫോർ മോസ്റ്റ് ഓഫ് us. നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിലെ ഹിഡൻ പ്ലേസസ് ഒന്നും നമ്മളങ്ങനെ കാണാൻ പോവാറില്ല. സോ വി ആർ ഗോയിങ് ടു സച്ച് എ പ്ലേസ് ഹിയർ ഇൻ കണ്ണൂർ. നമ്മൾ ഇറങ്ങുമ്പം നാട്ടിൽ നല്ല വെയിലായിരുന്നു. പക്ഷേ ഏകദേശം ഈ സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും മഴ എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത മഴയാണ്. മഴ നല്ലോണം കൂടി കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചു വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളാരും കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത്രയും വെയിലായതുകൊണ്ട്. എല്ലാവരും രണ്ടും കൽപ്പിച്ച് മഴയത്തിറങ്ങി നടക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ഒരു കുടയും അവിടെ തൊട്ടടുത്ത ചായക്കടയിലെ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു കുടയും കൂടി വാങ്ങി ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ഇതിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് തങ്കുച്ചാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്കെല്ലാം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തങ്കുച്ചിനുള്ളതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും മഴ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കാണുന്നതും അല്ലെങ്കിൽ കുട പിടിച്ച് നടക്കുന്നതും അല്ലാണ്ട് മഴയത്തെല്ലാം ഇറങ്ങി കളിച്ചിട്ടൊക്കെ കുറേ കാലമായിട്ട് എല്ലാവരും മഴ കാണുമ്പം കുട എടുത്ത് പിടിക്കും. സോ വി ലിറ്ററലി ഫെൽറ്റ് ആസ് വി ആർ കിഡ്സ് അഗെയിൻ വാക്കിംഗ് ഇൻ റെയിൻ. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ നടക്കുന്നൊന്നും വിചാരിച്ചിട്ടല്ല വന്നത്. പക്ഷേ ഇറ്റ് വാസ് ഫൺ. ഇറ്റ് വാസ് റിയലി റിയലി ഫൺ. വി ഓൾ എൻജോയ്ഡ് ഇറ്റ് സോ മച്ച്, ദ ഹോൾ വാക്ക്. വളരെ പതുക്കെ റോഡ് കയറി വരുന്നത് പാടാപ്പുറം. എന്റെ അമ്മ എന്റെ അമ്മ എന്റെ അമ്മ അതെന്ത് ഡാൻസാ? എല്ലാരും ഓടണോ? കുടുംബത്തിലെ ആസ്ഥാന ഗായികയുടെ ചലച്ചിത്ര ഗാനങ്ങൾ. കൊറേണ്ട്. അയ്യോ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ മോളിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഒരു എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടിക്കറ്റൊക്കെ എടുത്തു. കയറി തുടങ്ങിയപ്പോഴാണ് അത്രയും ഫോഗേനു, നിറയെ ഫോഗായി. നമുക്ക് എന്താ പറയുക, നമ്മുടെ തൊട്ട് മുന്നിലുള്ള സ്റ്റെപ്പല്ലാണ്ട് അങ്ങോട്ടേക്കുള്ള ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ എല്ലാവരും ഇങ്ങനെ പെയറായിട്ടും മക്കളുടെ കയ്യും എല്ലാം പിടിച്ചിട്ടാണ് നടക്കാൻ തുടങ്ങി. കാരണം ഫുൾ പാറക്കെട്ടായതുകൊണ്ട് കുറേ ഭാഗം സ്ലിപ്പറിയുമായിരുന്നു. അപ്പം പിന്നെ നമ്മൾ നോക്കി നോക്കി ചവിട്ടിയിട്ടുമാണല്ലോ കയറി പോകാൻ. പക്ഷേ ഇങ്ങനെ മുന്നിലത്തെ സ്റ്റെപ്സ് മാത്രം കണ്ട് ഇങ്ങനെ കയറി എന്തോരായിരുന്നു കയറാമെന്നറിയോ. അത്രയും മുകളിലേക്കാണ് കയറി പോകുന്നതെന്ന് ഇത്രയും കോടമഞ്ഞുള്ളത് കൊണ്ട് കാണുന്നുണ്ടായിരുന്നില്ല. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് മര്യാദയ്ക്ക് വീടാണ്ടൊക്കെ വെച്ച് അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു നമ്മൾ. പക്ഷെ കുറച്ചങ്ങോട്ടേക്ക് മുകളിലെത്തുമ്പോൾ എന്തായാലും ഒരു ഫ്രെയിം കാണുമെന്ന് അറിയായിരുന്നു. സോ ടാർഗറ്റ് അതായിരുന്നു, വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കാണുന്നത് വരെ വാക്ക് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടുണ്ടായിരുന്നത്. പിന്നെ അതുകൂടാണ്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ആൾക്കാർ വരുന്നത് കൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ടായിരുന്നു, എങ്ങോട്ടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് കറക്റ്റ് വഴിയാണോ അല്ലേന്നെല്ലാം ഇങ്ങനെ വരുന്ന ആൾക്കാർ വെച്ചിട്ടായിരുന്നു കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നത്. ഇറ്റ് വാസ് റിയലി ഫൺ ഗെറ്റിംഗ് ഓൺ ദ ടോപ്പ്. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ്
പാലക്കയം തട്ടിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇത് മൊത്തം കേറിയിട്ടാണ് വന്നത്. കാണാഞ്ഞായി മഴയും നന്ദി വന്നിട്ട് വറക്കോ. മഞ്ഞ് ഓഹോ കാത്തിരിക്കും ഓഹോ രാത്രി മഞ്ഞും കുത്തുമ്പോൾ വീഴുമ്പോൾ ഒറ്റയ്ക്ക് വീഴേണ്ടതാണ്. ഫൈനലി ഞങ്ങൾ ആ ഫ്രെയിമിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. പോടാ പോയി നിൽക്കാടാ. കാണ്ട് കുറച്ച് അന്റെ മഞ്ചാടി കുരുന പിന്നെ പോന്നെ. ഓക്കെ മോളാ ഓക്കെ കൊറേ നേരം പോവാ. തങ്കൂച്ചി ഭയങ്കര സ്പിരിറ്റിലായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക്. മേ ബി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സ്ഥലത്ത് ആൾ പോകുന്നത്. ഭയങ്കര മഴയും അതിൻ്റെ കൂടെ തന്നെ കോടമഞ്ഞും ആ ഒരു എൻറ്റയർ സ്ഥലത്തിൻ്റെ വൈബേ ഇറ്റ് വാസ് വെരി എൻലൈറ്റനിങ്. അതുകൊണ്ട് തന്നെ മോളി ഇത്രയും നടന്നു കയറിയിട്ടും ഇത്രയോ ആ മലയും കുന്നും എല്ലാം കയറുന്ന സമയം ഒരു തവണ പോലും എടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾക്കും അങ്ങനെ ഒരു ക്ഷീണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആളുടെ മൂഡും വളരെ നല്ലതായിരുന്നു, ഞങ്ങളുടെ മൂഡും വളരെ നല്ലതാണ്. സോ വി തറലി എൻജോയ്. ഈ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ എല്ലാവരും നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വി ഓൾ വർ സോ ഹാപ്പി. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അവിടുത്തെ വൈബെല്ലാം എൻജോയ് ചെയ്ത് ഞങ്ങൾ താഴോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും ഫോഗ് ഭയങ്കരമായി കൂടി നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു പോകുമ്പോൾ കയറുന്നതിനേക്കാളും പേടിയല്ലായിരിക്കും ഇറങ്ങാൻ. കാരണം ഒന്ന് കാല് വഴുത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും നേരെ കുത്തനെ താഴെ എത്തുമല്ലോ. അപ്പം അതുകൊണ്ട് അത്രയും കൈയെല്ലാം പിടിച്ച് അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തണുത്തിങ്ങനെ വിറക്കുമായിരുന്നു. ഡ്രസ്സ് മൊത്തം നനഞ്ഞിട്ടുള്ളത് എല്ലാവരെയും, തലയെല്ലാവരെയും നനഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കിയേ മുന്നിലും സൈഡിലും ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്സ് മാത്രം നോക്കി താഴോട്ടേക്ക് ഇറങ്ങുവാന്നായിരുന്നു. അതും വഴുതി പോകാണ്ട്. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി താഴെ എത്തി. അടുത്തടുത്ത് അന്നവനെ സാനോ അങ്ങോട്ടാക്കി. തിരിച്ചു വരുമ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങിയത്. വി ഹാഡ് സച്ച് എ പ്ലെസന്റ് ടൈം അറ്റ് പാലക്കയം തട്ട്. ഒരിക്കലും മറന്നു പോകാത്തൊരു എക്സ്പീരിയൻസ് ആണ് മഴയത്തെല്ലാം നടന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്.